ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ പ്രൊഫഷണൽ മേഖലകളിലെ അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ മറ്റുമൊക്കെയായിട്ട് വളരെയധികം പ്രയാസങ്ങൾ, തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവര്, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഫ്രഷായിട്ട് പോയവരെ കുറിച്ചല്ല. നല്ല ജോബ് ഉണ്ടായിരുന്നു, നല്ല 80,000-ഉം 1,00,000-ഉം 1,00,000-ന്റെ പുറത്തൊക്കെ സാലറി വാങ്ങിച്ചിരുന്ന, 1,00,000-ന്റെ അടുത്തൊക്കെ സാലറി വാങ്ങിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ, അവർക്കൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ട് രണ്ടാമത് ജോബ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വിദേശത്തെത്തുന്നു. അവിടെ എത്തിയിട്ട് ഒരുപാട് കമ്പനീസുകളിൽ അവരുടെ CV കൊടുക്കുന്നു. CV കൊടുത്തിട്ട് പ്രയാസങ്ങളോ തടസ്സങ്ങളൊന്നും പ്രഥമ ദൃഷ്ടിയിൽ അവർക്ക് കാണുന്നില്ല. പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും വിസയുടെ കാലാവധി തീരാ എന്നല്ലാതെ, അത് എക്സ്പയർഡ് ആവുക എന്നല്ലാതെ അവർക്ക് കൃത്യമായൊരു ജോലി ലഭിക്കുന്നില്ല. അപ്പൊ അതിനുള്ള തടസ്സങ്ങളൊന്നും പ്രഥമ ദൃഷ്ടിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ പുതിയതായിട്ട് വിദേശത്തേക്ക് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ട് പോകുന്ന പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ മക്കള്, ചെറുപ്പക്കാര്, അവര് ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകണ, നല്ല ക്വാളിഫൈഡ് ആണ്, അവർക്ക് ആവശ്യമുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ രൂപത്തിലാണ് പോയിട്ടുള്ളത്. അവിടെ എത്തിയിട്ട് ഈ വിസയുടെ സമയമൊക്കെ കഴിഞ്ഞ് അവർക്ക് CV എത്ര കൊടുത്തിട്ട് അവർക്ക് നല്ലൊരു ജോബ് കിട്ടുന്നില്ല. ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി തടസ്സങ്ങള്, അതിൽ വരുന്ന പ്രയാസങ്ങള്, ഇത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, പ്രയാസങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് കൃത്യമായി കാണാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലുള്ള അമല് തന്നെയാണ് ഇതിലും പറയുന്നത്. കുറച്ചും കൂടെ മറ്റൊരു വിഷയം ടച്ച് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാവരും ഇത് പൂർണ്ണമായി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം ഞാൻ എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ വരുന്ന ചൊവ്വ 23-ാം തീയതിയാണ്. വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ബുക്ക് ചെയ്യേണ്ട ആളുകൾ ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ മെസ്സേജ് അയച്ചറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മെസ്സേജ് മാത്രം അയക്കുക. കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും മറുപടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അത് തടസ്സമാകും. അപ്പോൾ കോൾ ചെയ്യാതെ മെസ്സേജ് വഴി മാത്രം ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ മെസ്സേജ് അയച്ചറിയിക്കുക. വാട്സപ്പിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തു, ഇൻസ്റ്റഗ്രാമിൻ്റെ ID നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുവഴി നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തേരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നേരിട്ട് വരേണ്ടവർക്കുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവരുടെ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ അയച്ചു കൊടുക്കും. 22-ാം തീയതി ആയിട്ടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടാത്തവർ വീണ്ടും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, നല്ലൊരു ജോലി ഇല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല. കാരണം ഒരാളുടെ മുമ്പിൽ നമുക്ക് വാല്യൂ വേണമെങ്കിൽ, ഒരാൾ നമ്മെ നമുക്ക് അയാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വാല്യൂ വേണമെങ്കിൽ, ഇന്ന് ക്യാഷ് ഇല്ലാത്തവനെ ഒരു കറിവേപ്പിന്റെ ഇലയുടെ സ്ഥാനം പോലും നൽകാത്ത രൂപത്തിലാണ് ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനല്ലേ. എത്രയോ ആളുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മോട് ചേർന്ന് നടന്നവർ, ഇന്ന് നാം പാപ്പരാണെന്നറിഞ്ഞപ്പോൾ, ഇന്ന് നാം നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നറിഞ്ഞപ്പോൾ, നമ്മുടെ കയ്യിൽ ഒന്നും ചോദിച്ചാൽ എടുക്കാനുണ്ടാകൂല എന്നറിഞ്ഞപ്പോൾ നൈസായിട്ട് ഒഴിവാക്കിയ എത്രയോ നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്, കുടുംബങ്ങളിലുണ്ട്, സൗഹൃദ വലയങ്ങളിലുണ്ട്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം, സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്ക് വേണം. അതിന് നല്ലൊരു ജോബ് അത്യാവശ്യമാണ്. അത് ഏത് ജോബാവട്ടെ, ഇപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ആത്മാർത്ഥതയും നല്ല കൃത്യമായും സത്യസന്ധമായും ചെയ്യുകയാണെങ്കിൽ ആ ജോലി ഏത് ജോലിയാണെങ്കിലും അതിലൂടെ നല്ല ഇൻകം അവനക്ക് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് വേണ്ടത്? ചെയ്യുന്ന ജോലിയിൽ കൃത്യതയുണ്ടായിരിക്കുക, അതിൽ സത്യസന്ധതയുണ്ടായിരിക്കുക, അതേപോലെ തന്നെ അത് ആത്മാർത്ഥമായി ചെയ്യുക, ആ ജോലി അവന്റെ പാഷനായി മാറുക.
ഈ ഇത്തരം കാര്യങ്ങൾ ഒരു ജോലിയിൽ അവൻ ചെയ്യുന്ന ജോലിയിലുണ്ടെങ്കിൽ അതിലവൻക്ക് നല്ലോണം ഏൺ ചെയ്യാൻ പറ്റും. അതിനേതെങ്കിലും മേഴ്സിഡസ് ബെൻസിന്റെ ഷോറൂമിൽ ജോലി കിട്ടണമെന്നില്ല. അതവൻ ചെയ്യുന്ന ചെറിയ കഫറ്റീരിയയായാലും ചെറിയ ബക്കാലയായാലും ചെറിയൊരു ഷോപ്പായാലും അതിലൂടെ അവന് വലിയ ആസ്തി ഉണ്ടാക്കാൻ സാധിക്കും. എന്താണ് വേണ്ടത്? ചെയ്യുന്ന ജോലിയിൽ കൃത്യത, സത്യസന്ധത, നല്ല ആത്മാർത്ഥത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏത് ജോലിയാണെങ്കിലും അവന് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ വിജയിച്ചവരുടെ പിന്നാമ്പുറങ്ങൾ തേടിയൊന്ന് ചെന്ന് നോക്കൂ. അതിലൊന്നും നമുക്ക് അവര് ചെയ്യുന്ന ജോലിയിൽ അവര് വലിയ വലിയ എന്തെങ്കിലും കാണുമ്പോൾ പുറമേ നോക്കുന്നവർക്ക് വലിയൊരു പ്രൗഢിയുള്ള ജോലിയായി കാണുന്ന രൂപത്തിലൊന്നും ആയിരിക്കില്ല. അവരെന്തെങ്കിലും വാട്ടർ ബോട്ടിലിന്റെ ബിസിനസ് നിങ്ങൾ നോക്കിയാൽ മതി. അവര് ചിലപ്പോൾ ഏതെങ്കിലും 10 രൂപക്ക് മാത്രം വിൽക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും വാട്ടർ ബോട്ടിലിന്, അല്ലെങ്കിൽ ഏതെങ്കിലും കറി പൗഡർ, അങ്ങനെ ഏതെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തിയ ആളുകളൊക്കെ കോടിയുടെ ആസ്തി ഉണ്ടാക്കിയവരുണ്ട്. അപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളിൽ, പ്രൗഢിയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുക എന്നുള്ളതല്ല, ചെയ്യുന്ന ജോലിയിൽ എത്രമേൽ ആത്മാർത്ഥമായി സത്യസന്ധത കീപ്പ് ചെയ്ത് അവൻ ജോബ് അവൻ പാഷനായി തിരഞ്ഞെടുത്ത് ചെയ്യുന്നു, എന്നാൽ അതിലവനക്ക് വിജയം നേടാൻ സാധിക്കും. അതിലവന് നല്ല ആസ്തി ഉണ്ടാക്കാൻ സാധിക്കും. ബറക്കത്തുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറുകയും ചെയ്യും. അതിനുവേണ്ടി ജീവിതത്തിൽ നാം ഇറങ്ങുന്ന ജോലിയിൽ നമുക്ക് നല്ല റാഹത്തുണ്ടാവാൻ അതിന്റെ തടസ്സങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അത് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. ചില ആളുകൾക്ക് ജോലി തീരെ ശരിയാവാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് ജോലി ശരിയാവാത്തവരല്ല, അവർക്ക് ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷെ ആ ജോലിയിൽ അവരുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിം ജോലി ചെയ്യുന്ന ആളുകൾ ഇവര് ജോലി ചെയ്യുന്നത് കാരണം കൊണ്ടുള്ള ഒരു ഈഗോ പ്രശ്നത്തിന്റെ കാരണം കൊണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ഉള്ള ജോലിയിലുള്ള ആളുകളുണ്ടാകും. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. ജോലി ഇല്ലാത്ത, തീരെ ജോലി ശരിയാവാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ ജോലിയുള്ളവർക്ക് തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടാകും. പിന്നെ ചില ആളുകളുടെ ഒരു കാറ്റഗറി എങ്ങനെയെന്ന് വെച്ചാൽ, അവർക്ക് ജോലി അവരെത്ര കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നില്ല, നല്ല ക്വാളിഫൈഡ് ആണ്, അങ്ങനെയുള്ള ആളുകളുണ്ടാകും. ചില ആളുകൾ എങ്ങനെയെന്ന് വെച്ചാൽ നല്ല ജോലി ഉണ്ടാകും, നല്ല സാലറീഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കും, പക്ഷെ ജോലിക്ക് പോകാനുള്ള മടി, ജോലിക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, തീരെ താല്പര്യമില്ല ജോലിക്ക് പോകാൻ, ഒരു ഉത്സാഹവും ഇല്ല ജോലിക്ക് പോകാൻ. നല്ല സാലറി വാങ്ങിക്കുന്നുണ്ട്, നല്ല സാലറി ഉള്ള ജോബാണ്. അപ്പൊ ആ ജോബിൽ അവനക്ക് എന്തോ ബറക്കത്തില്ല, എന്തോ ഒരു തടസ്സം ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവനുണ്ട് എന്നുള്ളതാണ് അതിലർത്ഥം. അപ്പൊ ഇത്തരം കാറ്റഗറികൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ അവരുടെ ആ ഒരു പ്രയാസങ്ങൾക്കുള്ള പ്രതിവിധികൾ എന്താണെന്ന്, അതെന്തുകൊണ്ടാണ് അങ്ങനെ അവര് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ജോലി തീരെ ശരിയാവാത്ത ആളുകള് എന്തുകൊണ്ട് അവർക്ക് അത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് അതിന്റെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ജോലി, നല്ല ജോലി ഉണ്ടായിട്ടും അവന് ആ ഒരു ജോലിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് പോകാൻ തോന്നുന്നില്ല, ഒരു മടിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നാം ഇറങ്ങണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് തന്നെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നല്ല സാലറി കിട്ടുന്ന ഒരു അറൗണ്ട് 1 lakh സാലറി കിട്ടും. അതേപോലെ തന്നെ ആ ജോലിക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് അത് ധാരാളം, നല്ലോണം പോസിബിലിറ്റി ഉണ്ട്. എന്നാലും ആ ജോലി അവന് ശരിയായി കിട്ടുന്നില്ല. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ ഇവനുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യുക്തിപരമായി ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ഇവനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോ എത്രയോ പ്രവാസികൾ, ഞാൻ പ്രത്യേകം പ്രവാസികളുടെ നമ്പർ ഇന്ത്യൻ നമ്പറിൽ നിന്നും വ്യത്യസ്തമാണല്ലോ, പ്രവാസികൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അത് പരിഗണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവര് നമ്മുടെ നാട്ടിലല്ല, അവര് വിദേശത്താണ്, അവരത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് മെസ്സേജ് അയക്കുമ്പോൾ ഒരുവിധം മെസ്സേജുകൾ ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ആരെങ്കിലൊക്കെ എടുത്ത് കാണിച്ചു തരുമ്പോൾ ഞാനതിന് എന്താണ് സംഭവം എന്നുള്ളത് നോക്കും. കാരണം അവര് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തില് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യണം. നമുക്ക് നമ്മുടെ അറൗണ്ടിൽ നമ്മുടെ ഫാമിലീസ് ഉണ്ട്,
നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സമാധാനത്തിനും സന്തോഷത്തിനും ആളുകളുണ്ട്. അവരവരുടെ ജീവിതം അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭൂരിഭാഗം സമയവും അവരവിടെ ചെലവഴിച്ച് അവര് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടാൻ സാധ്യമായാൽ കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണല്ലോ. പ്രവാസികൾ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കേസുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ, അപ്പോൾ അതിൽ ഈ അടുത്ത് വന്നൊരു വിഷയത്തില് അധികം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഈ അടുത്ത് വന്ന വിഷയത്തില് നമ്മൾ അവരുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ അന്യരുടെ ഹക്ക് അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അന്യരുടെ ഹക്ക് അവരുടെ കയ്യിൽ പെട്ടത് കൊണ്ടാണ് അത് അവർക്കൊരു തടസ്സമായി മാറിയത്, ആ ജോബ് അവർക്ക് കിട്ടാതിരിക്കാൻ കാരണമായത്. അങ്ങനെ അത് പൂർണ്ണമായിട്ടും വീട്ടിയെടുക്കണം എന്ന് അവരോട് നമ്മൾ പറയുകയും അത് വീട്ടിയെടുക്കുകയും കൃത്യം 2 മാസത്തിനുള്ളിൽ അവർക്ക് നല്ല ജോബ് ലഭിക്കുകയും ചെയ്തത് ഈ അടുത്ത് എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, CV കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യം ക്വാളിഫൈഡ് ആണ്, നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, എല്ലാ വിഷയത്തിലും താല്പര്യമുണ്ട്. അങ്ങനെ ആ CV കൊടുത്തിട്ടും എല്ലാം റെഡി ആയിട്ട് നമുക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല, അതിന്റെ അവസാന ഘട്ടം വരെ എത്തിയിട്ട്. അപ്പൊ അവനുമായി ബന്ധപ്പെട്ട എന്തോ വിഷയങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇത്തരം ഞാൻ പറഞ്ഞല്ലോ, സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെ ഞാൻ മുമ്പ് ഇത്തരം വിഷയങ്ങളൊക്കെ തെളിവ് സഹിതം, അത് ദീനിന്റെ പ്രമാണം വെച്ച് തെളിവ് സഹിതം സമർത്ഥിച്ചതാണ്. കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അൽ ഐനു ഹഖ്ഖുൻ എന്ന് ഹദീസിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായേക്കാം. അതെങ്ങനെ ഉണ്ടായേക്കാം, അത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാണ്, ഇവന് നാട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവൻ നാട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് നടക്കുന്നത്, നല്ല ഇവന്റെ വസ്ത്രധാരണ, ഇവന്റെ ഡ്രസ്സിങ് വളരെ മാന്യമാണ്, കുറച്ച് മോഡേൺ ആണ്, എന്നാൽ വൃത്തിയുള്ളതാണ്, ഇവൻ നല്ല താടി വെച്ചിട്ട് നല്ല കൃത്യമായി ദീനി ചിട്ടയിലാണ് നടക്കുന്നത്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമാണ്, നാട്ടുകാർക്കൊക്കെ വലിയ ആവേശമാണ് ഇവന്റെ സംസാരം കേൾക്കാനും ഇവനൊരു വിഷയത്തിൽ ഇടപെടുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് ആളുകൾക്കൊരു കണ്ണും അതേപോലെ തന്നെ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ടാകും. ആ ചിന്തയിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ, എന്തെങ്കിലും ഷർറുകൾ വന്ന് സംഭവിച്ചേക്കാം. അത് ബാത്തിലാക്കുക, സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാത്തിലാക്കുക. അതേപോലെ തന്നെ ഈ ജോലിക്ക് പോകാനുള്ള താല്പര്യക്കുറവും ഉത്സാഹക്കുറവൊക്കെ അത്തരം കാരണങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഈ ആരുടെയെങ്കിലും ശത്രുതയുണ്ടെന്ന് വെക്കുക, അതേപോലെ തന്നെ അത്തരം വിഷയങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷെ അവന്റെ ജോലിയെ സാരമായി ബാധിച്ചേക്കാം. അത് ഇത്തരം വേറെ സാധ്യതകളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. വേറെ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വിഷയങ്ങളും നോക്കിയിട്ട് എല്ലാ വാതിലുകളും മുട്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡോറും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നില്ല, എല്ലായിടത്തും ഒരു പരാജയം മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ അവിടെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം, ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായേക്കാം, സിഹറുമായി ബന്ധപ്പെട്ടത്, കണ്ണേറുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ ബാത്തിലാക്കണം. അത് ബാത്തിലാക്കിയിട്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങി നോക്കൂ, നല്ല ജോബ് ശരിയാവും, നല്ല റാഹത്തുണ്ടാവും ജീവിതത്തിൽ. അള്ളാഹു ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു നല്ല ജോബ് നൽകട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കള്, പ്രവാസികളായ മക്കളുണ്ടാകും, അവർക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഉപ്പമാർക്ക് അയച്ചു കൊടുക്കുക, അവരൊക്കെ പ്രയാസമുള്ളവരാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പ്രവാസികൾ കാണുന്നവരുണ്ട്, ഇത് നേരിട്ട് കാണുന്നവർ. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രവാസികളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും പ്രവാസികൾ നമ്മളിലേക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇത് നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. അന്യരുമായി ബന്ധപ്പെട്ട വല്ല ഹക്കും നിങ്ങൾക്കുണ്ടോ? വല്ല നേർച്ചയുടെ കടവും നിങ്ങൾ സാമ്പത്തികമായ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തടസ്സമായിട്ട് നിൽക്കും. അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ആരെങ്കിലും കണ്ണുനീര് കുടിപ്പിച്ചിട്ടാണ്, ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരൊറ്റ ഉദാഹരണം പറയും. നമ്മൾ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ പറഞ്ഞു,
നീ എനിക്ക് ഒരു 80,000 രൂപ തരണം. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് 1-2 മാസത്തിനുള്ളിൽ എനിക്ക് ജോബ് ശരിയാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ ക്യാഷ് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പോന്നു. അങ്ങനെ വിദേശത്തെത്തിയപ്പോൾ സാഹചര്യങ്ങൾ മാറി, നിങ്ങൾക്ക് നല്ലൊരു ജോബ് ലഭിച്ചില്ല, ആ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് അവനെ ബ്ലോക്ക് ചെയ്തു. കാരണം അവന് ക്യാഷ് തിരിച്ചു ചോദിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്യുന്നില്ല, പറഞ്ഞ അവധി തീർന്നും ചെയ്തു. ഈ ഒരു ക്യാഷ് കിട്ടാതെ ഇവൻ ഇവിടെ പ്രയാസപ്പെടുകയാണെന്ന് സങ്കല്പിക്കുക. ഇവന്റെ വൈഫിന്റെ ഡെലിവറി വന്ന സമയത്ത് അത് ഓപ്പറേഷനാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ നല്ല ചെലവ് ഇവിടെ വന്നു. അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു മേജർ ഓപ്പറേഷൻ വന്നു. ആ സമയത്ത് ഇവൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ. ഏത് പ്രയാസം? ഈ 80,000 രൂപ ഇപ്പുറത്തേക്ക് കൊടുത്ത് 80,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇത് നല്ല റാഹത്തോടു കൂടി ട്രീറ്റ്മെന്റ് നടത്താമായിരുന്നു. ഇവന്റെ ഭാര്യന്റെ ഡെലിവറി വിഷയത്തിൽ കൃത്യമായി ഇടപെടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവൻ അനുഭവിച്ച ഈ പ്രയാസം, ഇവൻ ഒലിപ്പിച്ച ഈ കണ്ണുനീർ, ഇവൻ അനുഭവിച്ച ഈ വേദന മതി നമ്മുടെ ജോലിക്കത് തടസ്സമായി നിൽക്കാൻ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കണം. അന്യരുടെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ട്. മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് അത് മുറിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവരെ വിളിച്ച് അതിൻ്റെ കൃത്യമായ വിവരണം സത്യസന്ധമായി പറഞ്ഞ്, ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് തന്നെ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത്തരം വിഷയം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഗുരുനാഥന്മാരോട്, മാതാപിതാക്കളോട്, ഇവര് മാതാപിതാ ഗുരു എന്നാണല്ലോ, ഈ 3 ഘടകങ്ങള് നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇവരുടെയൊക്കെ മനസ്സ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വേദനിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കൂസലും ഇല്ലാതെയാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എന്നാൽ ആ വിഷയത്തിലൊക്കെ ഒരു കൃത്യതയും വ്യക്തതയൊക്കെ വരുത്തി അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടൊന്നും ഇവിടെ സമ്പാദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് കൃത്യമായി ഇറങ്ങി നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നാം ചെയ്യുക. ഇത് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയും. എന്തെങ്കിലും സ്വതക്കകൾ അയക്കും, ഹദിയകൾ അയക്കും. സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ചെറിയ സ്വതക്കകളൊക്കെ അവർ അയക്കും. അയച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് മാത്രമായില്ല, നമ്മളും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹ് നിസ്കരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. അത് എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും സുബ്ഹ് നിസ്കരിക്കുന്ന സുബ്ഹ് ഖളാ ആക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? നാട്ടിലുള്ളവരാവട്ടെ വിദേശത്തുള്ളവരാവട്ടെ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ സുബ്ഹ് നിസ്കരിക്കുന്നില്ലല്ലോ, എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ എന്ന്. ഒരു പിടുത്തം വരാനുണ്ട് അതിന്. ആ പിടുത്തത്തോടു കൂടെ എല്ലാം നശിച്ചു പോകും, എല്ലാം അവതാളത്തിലാകും. അതുകൊണ്ട് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും എപ്പോഴും കൃത്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾ സുബ്ഹ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തിന് എടുത്തു കളയും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത് ബറക്കത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ആ പ്രഭാതത്തിൽ നാം സുബ്ഹ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ സുബ്ഹ് നിസ്കരിക്കാതെ അങ്ങനെ കിടന്നുറങ്ങുന്നവന്റെ ചെവിയിൽ ശൈത്വാൻ വന്ന് അവന് അവന് മൂത്രമൊഴിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അത്രയും ബറക്കത്ത് കെട്ട ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെ സുബ്ഹ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാതെ അത് ഖളാ ആക്കിയിട്ടുള്ള ജീവിതശൈലിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടെങ്കിലും അതിലൊന്നൊരു ബറക്കത്ത് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇടപെടുന്ന വിഷയത്തിലേക്ക് ബറക്കത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഞാനിതിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ജോലി ലഭിക്കാൻ, അതേപോലെ തന്നെ ഉള്ള ജോലിയിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, അതേപോലെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനിതിലൊരു അമല് പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അത് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാം അതുവരെ ഇത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതിന്റെ മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധമായിട്ട് ഇടപെടണം. സത്യസന്ധമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു കാരണവശാലും ഹറാം ഉണ്ടാകാൻ പാടില്ല, ഹറാം കൂടിക്കലരാൻ പാടില്ല. നമ്മുടെ വയറിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മക്കളുടെ, ഇവരുടെ ഒന്നും വയറിൻ്റെ അകത്തേക്ക് ഹറാം ഒരു കാരണവശാലും വന്നു ചേരരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. ഞാനിപ്പോൾ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പറഞ്ഞല്ലോ, ഇതൊക്കെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. അപ്പോൾ ഈ ഹറാം ഒരിക്കലും വന്നു ചേരരുത്. അത്തരം ജോലിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറച്ച തീരുമാനത്തിലെത്തണം. എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയൂല, ഞാനത് ചെയ്യൂല എന്ന് ഉറച്ച് തീരുമാനിക്കാൻ കഴിയണം. റബ്ബ് നല്ല ജോലി, വേറൊരു ജോലി നമുക്ക് അതിനേക്കാളും നല്ല സാലറി ഉള്ള ജോബ് നമുക്ക് തരും, കുറച്ചു കാലം വെയിറ്റ് ചെയ്താലും. ആ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഒഴിവാക്കിയത് എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അതിലായിരിക്കും ബറക്കത്ത്. അപ്പോ ഹറാമുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങള് വല്ല മദ്യവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടതോ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വല്ല ജോബൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടെ അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭാര്യയുടെ, മക്കളുടെ, നമ്മുടെ കുടുംബത്തിലേക്ക്, ഫാമിലിയിലേക്ക് ഒരു കാരണവശാലും ഹറാമ് വന്നു ചേരാതിരിക്കാൻ ശ്രമിക്കുക. അന്യരുടെ ഹക്ക്, അന്യരുമായി, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും തീർക്കുക. അത് വാക്കാലുള്ളതുണ്ടാകും, വേദനിപ്പിച്ചതുണ്ടാകും, സാമ്പത്തികമായ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവര് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. ആ തടസ്സങ്ങളൊക്കെ നീക്കണം. അത് നിങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞില്ല, ചിലപ്പോ ഈ മക്കള് ചിലപ്പോ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് ഉമ്മമാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ചിലപ്പോൾ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ നേരിട്ട് പറയാലോ. പറയുമ്പോൾ നമുക്കതിന് പരിഹാരങ്ങൾ, ഇപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് നേരിട്ട് നമ്മോട് പറയാം, ഉസ്താദേ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു മോഷണം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരതിൻ്റെ വലിയ പ്രയാസത്തിലാണ് എന്ന് നമ്മോട് പറയാമല്ലോ. അപ്പോൾ അതിന് നമുക്കതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്തരം സാമ്പത്തികമായ ഇടപെടലുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അത്തരം അധാർമികമായ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് എന്നാലാണ് നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുക, നമ്മുടെ സമ്പത്തിൽ പുരോഗതി ഉണ്ടാകുക, അതിലൊരു ഡെവലപ്മെന്റും ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജോലിയിൽ നല്ല ബർക്കത്ത് ഉണ്ടാവാനും ഉള്ള ജോലി നല്ല റാഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനും വിസിറ്റിംഗ് വിസയിലൊക്കെ ഉള്ളവർ നല്ല ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ നല്ല റാഹത്ത് ഉണ്ടാകാനൊക്കെ ഞാൻ ഈ പറയുന്ന, അത് ജോലി നഷ്ടപ്പെട്ടവരാവട്ടെ, ഈ ജോലിയുള്ള ആളുകളും ഈ ഒരു അമല് ചെയ്യണം എല്ലാ ദിവസവും. ജോലിയുള്ള ആളുകൾ ഈ അമൽ എന്തിനാ ചെയ്യുന്നതെന്നറിയോ? ഈ ഒരു നിഅമത്ത്, അള്ളാഹു നൽകിയ നിഅമത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, നല്ല പ്രമോഷൻ ഉള്ള ജോലിയിൽ ലഭിക്കാൻ വേണ്ടി, എല്ലാവർക്കും ചെയ്യാനുള്ള വളരെ ലളിതമായ 2-3 മിനിറ്റ് കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ അമൽ തന്നെയാണ്. ആദ്യം ഇത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ 2-3 മിനിറ്റ് മാത്രമാണ് ആവശ്യം. എത്ര മിനിറ്റ്? 2-3 മിനിറ്റ് മാത്രമാണ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ ആവശ്യം വരിക, 2-3 മിനിറ്റ്. ഇനി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇനി എങ്ങാനും മറന്നുപോയാൽ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യാം. ഓക്കെ, ഈ 2 സമയങ്ങളിൽ ചെയ്താൽ ഉള്ള ജോലിയിൽ ബറക്കത്തുണ്ടാകും, ജോലി നഷ്ടപ്പെടൂല, അതേപോലെ തന്നെ ആ ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാകും. CV ഒക്കെ കൊടുത്തിട്ട ആളുകൾ, ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ജോലി ലഭിക്കാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആദ്യമായി ചെയ്യേണ്ടത് സൂറത്തുൽ കൗസർ 3 തവണ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 തവണ സൂറത്തുൽ കൗസർ. രണ്ടാമത്തേത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ളത് 3 തവണ.
ആ സ്വലാത്ത് 3 തവണ. ഇപ്പൊ ഇതിനാകെ കുറഞ്ഞ സമയമല്ലേ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അവിടെയാണ് ആ പോയിന്റ്. അത് മനസ്സറിഞ്ഞ് തന്നെ ഒരു തവണ ചോദിക്കാം. അള്ളാഹുവിനോട് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അല്ലാഹുമ്മ ർസുഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി ത്വയ്യിബീൻ. ഇതാണ് ചെയ്യേണ്ട അമല്. ഇനി ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സിൽ ഞാൻ ഈ പറയുന്ന ഇസ്മ യാ ബാസിത്തു എന്ന് പറയുന്ന ഇസ്മ അത് ഒറ്റ ഹർഫാക്കിയിട്ടാണ് എഴുതേണ്ടത്. അത് ഞാനിവിടെ എഴുതി വെക്കാൻ വിട്ടുപോയതാണ്. യാ ബാസിത്തു എന്ന് പറയുന്ന ഇസ്മ. യാ ബാസിത്തു എന്ന് പറയുന്ന ഇസ്മ എന്ന് പറഞ്ഞാല് യാ അലിഫ് ബാ സീന് ത്വാ. യാ അലിഫ് ബാ അലിഫ് സീന് ത്വാ. അല്ലെങ്കിൽ ഞാനൊന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊന്ന് പെട്ടെന്ന് എഴുതുക. അപ്പോൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഈ അമലുകൾ കൃത്യമായി ചെയ്യുക. അതോടുകൂടെ തന്നെ യാ ബാസിത്ത് എന്ന് പറയുന്ന ഇസ്മ, ഒരു മിനിറ്റ് ഞാനതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങൾ കാണുന്ന യാ ബാസിത്തു എന്ന് പറയുന്ന ഇസ്മ, യാ ബാസിത്ത് ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ആർക്കും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതിങ്ങനെ എഴുതിയിട്ട് ഇത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതാന്ന് ഇതിനെ പറയാം. അപ്പൊ യാ ബാസിത്തു എന്ന് പറയുന്ന ഇസ്മ ഇത് കൃത്യമായി ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ 4 വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ 4 വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ വുളുഓടുകൂടെ ഖിബിലയിലേക്ക് മുന്നിട്ട് ശുദ്ധിയോടുകൂടെ ഇരുന്ന് എഴുതി അത് മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോകുന്ന, ഇപ്പോൾ പേഴ്സിലായിരിക്കും ഏറ്റവും നല്ലത്, എപ്പോഴും കയ്യിലുണ്ടാകുന്ന രൂപത്തിൽ പേഴ്സിൽ കൃത്യമായിട്ട് അത് വെക്കുക. ജീവിതത്തിൽ ധാരാളം ഖൈറുകളും ബറക്കത്തുകളും ലഭിക്കാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ചെയ്യേണ്ട അമൽ കൃത്യമായി പറഞ്ഞു. സൂറത്തുൽ കൗസർ 3 തവണ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള 3 തവണ. പിന്നെ നമ്മൾ അല്ലാഹുവിനോട് നല്ലൊരു ജോലി കിട്ടാനും ഉള്ളതിലെ പ്രൊമോഷൻ ലഭിക്കാനും അതേപോലെ തന്നെ ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാവാനൊക്കെ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആ ആണത്. അല്ലാഹുമ്മ ർസുഖ്നി വ അൻത ഖൈറുർ റാസിഖീൻ ബിഹഖി മുഹമ്മദിൻ വ ആലിഹി ത്വയ്യിബീൻ. ആ ഒരു ദുആ ഒരു തവണ അതങ്ങനെ ചെയ്യുക. ഇതാണ് എന്നും ചെയ്യേണ്ടത്. പിന്നെ യാ ബാസിത്തു എന്നുള്ളത് നിങ്ങൾ അതെടുത്ത് പേഴ്സിൽ വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും. അല്ലാഹു ഖൈർ നൽകട്ടെ. ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് വരാനുള്ളവരുടെ ഡേറ്റ് 23-ാം തീയതിയാണ്. വാട്സപ്പ് വഴി ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്ത് മാത്രം വരിക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.